ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ ഒന്നാം സ്ഥാനക്കാരായ ഫ്ലമംഗോക്ക് അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. നെയ്മർ ജൂനിയറുടെ ക്ലബ്ബായ സാന്റോസ് ആണ് അവരെ തോൽപ്പിച്ചത്. നെയ്മർ ജൂനിയർ ആണ് വിജയ ഗോൾ നേടിയിട്ടുള്ളത്. മത്സരത്തിന്റെ 84-ാമത്തെ മിനിറ്റിൽ മനോഹരമായ ഒരു ഗോൾ തന്നെയാണ് നെയ്മർ സ്വന്തമാക്കിയിട്ടുള്ളത്. വളരെ അപൂർവമായിക്കൊണ്ട് മാത്രമാണ് ഫ്ലമംഗോ പരാജയപ്പെടാറുള്ളത്. പക്ഷേ നെയ്മർക്ക് മുന്നിൽ അവർക്ക് പരാജയപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റാറ്റസ് സോഫാ സ്കോർ ബ്രസീൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഫ്ലമംഗോ നെയ്മറുടെ ഒരു സ്ഥിരം വേട്ടമൃഗമാണ്. അതല്ലെങ്കിൽ നെയ്മർക്ക് ഇഷ്ടപ്പെട്ട ഒരു എതിരാളിയാണ് ഫ്ലമംഗോ. കാരണം അവസാനമായി ഫ്ലമംഗോക്കെതിരെ നെയ്മർ കളിച്ച 5 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകൾ നേടാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ കണക്കുകളാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതായത് 2011-ൽ സാന്റോസും ഫ്ലമംഗോയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ 4-നെതിരെ 5 ഗോളുകൾക്ക് വിജയിക്കാൻ ഫ്ലമംഗോക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ ആ മത്സരത്തിൽ തിളങ്ങാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലമംഗോക്കെതിരെ ഇരട്ട ഗോളുകൾ നെയ്മർ നേടിയിരുന്നു. പിന്നീട് 2011-ൽ നടന്ന മറ്റൊരു മത്സരത്തിൽ ഫ്ലമംഗോയും സാന്റോസും 1-1 സമനില വഴങ്ങി. ആ മത്സരത്തിലും ഫ്ലമംഗോക്കെതിരെ നെയ്മർ ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നീട് 2012-ൽ സാന്റോസ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഫ്ലമംഗോയെ പരാജയപ്പെടുത്തി. അന്ന് ഒരു ഗോൾ നേടാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് 2013-ൽ ഫ്ലമംഗോയും സാന്റോസും തമ്മിൽ ഏറ്റുമുട്ടി ഗോൾ രഹിത സമനിലയായിരുന്നു. അന്ന് നെയ്മർ ഗോൾ നേടിയിട്ടില്ല. പിന്നീട് ഇപ്പോഴാണ് ഫ്ലമംഗോക്കെതിരെ നെയ്മർ കളിക്കുന്നത്. ഇപ്പോൾ നെയ്മർ ജൂനിയർ ഒരു ഗോൾ നേടുകയും ചെയ്തു. ഇങ്ങനെ അവസാനമായി ഫ്ലമംഗോക്കെതിരെ കളിച്ച 5 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകൾ നേടാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു കണക്കാണ് സോഫാ സ്കോർ ബ്രസീൽ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുള്ളത്. ഏതായാലും നെയ്മർ ജൂനിയർ തൻ്റെ ഫോമിലേക്ക് ഇപ്പോൾ മടങ്ങിയെത്തുകയാണ്. വലിയ ഒരു പരിക്കിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് നെയ്മർ ഇപ്പോൾ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്. അദ്ദേഹം തൻ്റെ ഫിറ്റ്നസ് വീണ്ടെടുക്കുന്നു എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.